അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വീഡിയോകളിൽ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾക്കിടയിൽ കാണുന്ന ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. തിലാവത്തിന്റെ സുജൂദിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അധികം ആളുകൾക്കും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഹംസത്തുൽ വസ്ലിനെ കുറിച്ചും ഹംസത്തുൽ ഖത്ഇനെ കുറിച്ചും. പരിശുദ്ധ ഖുർആനിൽ രണ്ട് തരം ഹംസകളാണ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമതായി ഹംസത്തുൽ വസ്ലും രണ്ടാമതായി ഹംസത്തുൽ ഖത്ഉം. എന്താണ് ഹംസത്തുൽ വസ്ല്, എന്താണ് ഹംസത്തുൽ ഖത്ഉ എന്നുള്ളതിൻ്റെ വിശദമായ ഒരു രൂപം ഉദാഹരണ സഹിതം തന്നെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യമായി എന്താണ് ഹംസത്തുൽ വസ്ല് എന്നും എന്താണ് ഹംസത്തുൽ ഖത്ഉ എന്നും ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കേണ്ടതും, തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ തുടക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്ത് അടുത്ത പദം തുടങ്ങുന്നത് ഈ ഹംസത്തുൽ വസ്ലിലാണെങ്കിൽ അങ്ങനെ തുടക്കത്തിലാണെങ്കിൽ നാം ഉച്ചരിക്കേണ്ടതും ചേർത്തി ഓതുകയാണെങ്കിൽ ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. എന്നാൽ ഹംസത്തുൽ ഖത്ഉ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും ചേർത്തി ഓതുകയാണെങ്കിലും ഒക്കെ നിർബന്ധമായും നമ്മൾ ഉച്ചരിക്കേണ്ടുന്നതിനാണ് ഹംസത്തുൽ ഖത്ഉ എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് ഉദാഹരണ സഹിതം അതിന്റെ വിശദമായ രൂപങ്ങൾ ഇവിടെ കാണിക്കാം. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഹംസത്തുൽ വസ്ലിനെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അലിഫിന് മുകളിൽ ഇതുപോലെ ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും, സ്വാദിന്റെ പകുതി പോലെ. അപ്പോൾ ഖുർആനിൽ അലിഫിന് മുകളിൽ ഈ അടയാളമായിട്ട് നമ്മൾ കണ്ടാൽ മനസ്സിലാക്കുക ഇതാണ് ഹംസത്തുൽ വസ്ല് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഹംസകൾ ആയത്തിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഒരു പദത്തിന്റെ തുടക്കത്തിലോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നിർബന്ധമായും നാം ഉച്ചരിക്കേണ്ടതും കൂട്ടിയോതുന്ന സമയത്ത് ഉച്ചരിക്കാൻ പാടില്ലാത്തതുമാണ് ഈ ഹംസത്തുൽ വസ്ൽ. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി നമുക്ക് ഫാത്തിഹ തന്നെ എടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫാത്തിഹയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ആയത്തുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഈ രണ്ട് ആയത്തുകളും തുടങ്ങുന്നത് ഹംസത്തുൽ വസ്ല് ഉപയോഗിച്ചാണ്. നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടതുപോലെ ഹംസയുടെ മുകളിൽ സ്വാദിന്റെ ഒരു പകുതി ഭാഗം, അത് ഫതഹോ അല്ലെങ്കിൽ ലമ്മൊന്നും അല്ല, സ്വാദിന്റെ ഒരു പകുതി പോലത്തെ ഒരു അടയാളം. അപ്പോൾ ഹംസത്തുൽ വസ്ല് കൊണ്ടാണ് അൽഹംദുവും അതുപോലെ അർറഹ്മാനി എന്നുള്ള ആയത്തൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ആയത്തിന്റെ തുടക്കത്തിലാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും അതിനെ ഉച്ചരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നീ രണ്ട് ആയത്തുകൾ നമ്മൾ കൂട്ടി ഓതുകയാണെങ്കിൽ അൽഹംദുവിന്റെ തുടക്കത്തിലുള്ള ആ ഹംസത്തുൽ വസ്ലിനെ നാം പറയാൻ പാടില്ല. അപ്പോൾ കൂട്ടി ഓതുന്ന രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അർറഹ്മാനിർ റഹീം എന്നുള്ളത് കൂടി കൂട്ടി ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അപ്പോൾ കൂട്ടി ഓതുകയാണെങ്കിൽ നാം ഇവിടെ ആ ഹംസത്തുൽ വസ്ലിനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് ബിസ്മി കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അൽഹംദു പുതിയതായിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഹംസത്തുൽ വസ്ലിനെ നമ്മൾ പറയണം. താഴെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അവിടെയും തുടക്കം ഹംസത്തുൽ വസ്ല് കൊണ്ടാണ്. അപ്പോൾ അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലേക്ക് നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ തൊട്ടു മുമ്പുള്ള ആയത്തും ശേഷമുള്ള ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആയത്തും നമ്മൾ
കൂട്ടി ഓതുകയാണെങ്കിൽ അവിടെയും ഇഹ്ദിനയിലുള്ള തുടക്കത്തിലുള്ള ഹംസത്തുൽ വസ്ൽ നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ ഓതേണ്ടുന്ന രൂപം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതിൽ തുടക്കത്തിലുള്ള ഹംസത്തുൽ വസ്ലിനെ നാം ഉച്ചരിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ തുടക്കത്തിലാണെങ്കിൽ നിർബന്ധമായും ഉച്ചരിക്കേണ്ടതും കൂട്ടി ഓതുന്ന സമയത്ത് ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കാണിക്കാം. നമ്മളെപ്പോഴും ഓതാറുള്ള യാസീനിലെ ആയത്തുകളാണ് കാണുന്നത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഹംസത്തുൽ വസ്ലാണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ഈ എന്ന് നിർബന്ധമായും ഉച്ചരിക്കണം. അതിന് തൊട്ടടുത്തുള്ള ആയത്ത് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. അൽ യൗമ അതിന്റെ തുടക്കത്തിലും ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് തുടക്കത്തിലുള്ള ആ ഹംസത്തുൽ വസ്ൽ നിർബന്ധമായും നാം ഉച്ചരിക്കേണ്ടതുണ്ട്. ഇനി യാസീനിലെ തന്നെ മറ്റൊരായത്ത് ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇവിടെ തുടക്കത്തിൽ ഹംസത്തുൽ വസ്ൽ വന്നു. നമ്മൾ നിർബന്ധമായും ഈ എന്ന് തന്നെ ഉച്ചരിക്കണം. പല ആളുകളും ഇവിടെ അത്തബിഊ എന്ന് ഓതുന്നത് കേൾക്കാറുണ്ട്. അത്തബിഊ എന്നല്ല. കൂട്ടി ഓതുകയാണെങ്കിൽ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീന ഇത്തബിഊ മൻ ലാ യസ്അലുകും. അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ ഹംസത്തുൽ വസ്ൽ തുടക്കത്തിൽ ഈ എന്നാണോ ഊ എന്നാണോ ആ എന്നാണോ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു സംശയമാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കാണിച്ച് ആ ഒരു വിഷയം നമുക്ക് ഓർമ്മപ്പെടുത്താം. ഇനി മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഓതേണ്ടത് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. തുടക്കത്തിൽ ഹംസത്തുൽ വസ്ലാണ്. അവിടെ നമ്മൾ ഊ എന്നുള്ള ശബ്ദത്തിലാണ് ഓതേണ്ടത്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. അപ്പോൾ എപ്പോഴാണ് ഹംസത്തുൽ വസ്ലിന് ആ എന്ന് കൊടുക്കേണ്ടത്, ഈ എന്ന് കൊടുക്കേണ്ടത്, ഊ എന്ന ശബ്ദം കൊടുക്കേണ്ടത്? വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ അൽഹംദുലില്ലാഹി ഹംസത്തുൽ വസ്ലിന് ആ എന്നുള്ള ശബ്ദമാണ് പറഞ്ഞത്. അർ റഹ്മാനി എന്ന് പറഞ്ഞപ്പോഴൊക്കെ ആ എന്നാണ് പറഞ്ഞത്. ആ എന്നുള്ള ശബ്ദം കൊടുക്കേണ്ടത് ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം ഉള്ള പദത്തിനാണ്. ഇവിടെ നേരെ ശ്രദ്ധയോടെ നോക്കുക. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം ഉണ്ട്. അർ റഹ്മാനി, അൽഹംദു, ഇവിടെയെല്ലാം അലിഫിന് ശേഷം ലാം ഉണ്ട്. അതുപോലെ അൽ യൗമ നഖ്തിമു, അലിഫിന് ശേഷം ലാം ഉണ്ട്. അങ്ങനെ അലിഫിന് ശേഷം ലാമുള്ള അക്ഷരമാണെങ്കിൽ, ലാമായിട്ട് വരികയാണെങ്കിൽ ആ ഹംസത്തുൽ വസ്ലിന് ആ എന്നുള്ള ശബ്ദത്തിലാണ് നാം പറയേണ്ടത്. ഇനി ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫതഹോ കസറോ ആണ് ഹർക്കത്ത് എങ്കിൽ അവിടെ നമ്മൾ ഈ എന്നുള്ള ശബ്ദത്തിലാണ് ഹംസത്തുൽ വസ്ലിനെ പാരായണം ചെയ്യേണ്ടത്. ഇവിടെ ഇസ്ലൗഹ ശ്രദ്ധിക്കുക. ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ലാമാണ്. ലാമിന് ഹർക്കത്ത് ഫതഹാണ്. അങ്ങനെ ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഫതഹോ കസറോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ഈ എന്നുള്ള ശബ്ദവും നാം കൊടുക്കണം. ഇനി ഊ എന്നുള്ള ശബ്ദം കൊടുക്കേണ്ടത് ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്ത് ലൊമ്മാണെങ്കിലാണ് നാം ഊ എന്നുള്ള ശബ്ദം ഹംസത്തുൽ വസ്ലിന് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്ന ഉദാഹരണം ഉദ്ഖുലൂഹ. ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഖ ആണ്. ഖായിനിക്ക് ഹർക്കത്ത് ലൊമ്മാണ്. അതുകൊണ്ട് ഹംസത്തുൽ വസ്ലിനും നാം ലൊമ്മ കൊടുക്കുന്നു. ചുരുക്കത്തിൽ ഹംസത്തുൽ വസ്ലിന് ആ ഈ ഊ എന്നുള്ള ശബ്ദ വ്യത്യാസം വരുന്നത് ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമുണ്ടെങ്കിൽ അവിടെയുള്ള ഹംസത്തുൽ വസ്ലിന് ആ എന്നുള്ള ശബ്ദവും ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഫതഹോ കസറോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ഈ എന്നുള്ള ശബ്ദവും ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ലൊമ്മാണെങ്കിൽ ഊ എന്നുള്ള ശബ്ദവും നാം കൊടുക്കുക. ഇനി ഹംസത്തുൽ വസ്ലിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം,
ഇവിടെ ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദുൻ ദാലിന് തൻവീൻ ലമ്മാണ്. ശേഷം അടുത്ത ആയത്ത് അല്ലാഹു സമദ്, അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്നത് ഹംസത്തുൽ വസ്ലിലാണ്. തൻവീനിൽ അവസാനിക്കുകയും അടുത്തത് ഹംസത്തുൽ വസ്ലിൽ തുടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൂട്ടി ഓതുന്ന രൂപം ഒരായത്തിന് ശേഷം ഇവിടെ നിർത്തുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. ഹംസത്തുൽ വസ്ലിനെ നിർബന്ധമായും പറയണം. പക്ഷെ കൂട്ടി ഓതുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സമദ്, ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സമദ് ഇങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ അഹദുനി, അഹദുനില്ലാഹു നമ്മൾ കസറാക്കപ്പെട്ട ഒരു നൂനിനെ അവിടെ കൊണ്ടുവരണം. ഇതുപോലെ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ഹജ്ജിൽ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. ഇവിടെ ആദ്യത്തെ ലൈനിൽ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന, ഖൈറുൻ ഇത്മഅന്ന എന്നാണ് നമ്മൾ പിരിച്ച് പറയുകയാണെങ്കിൽ, രണ്ട് വാക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുക. പക്ഷെ അവിടെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ ഖൈറുൻ ഇത്മഅന്ന, ഖൈറുൻ എന്നുള്ളത് തൻവീൻ ലമ്മിൽ അവസാനിക്കുന്നു. പിന്നെ ശേഷം ഹംസത്തുൽ വസ്ൽ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടി ഓതുമ്പോൾ ഖൈറുൻ ഇത്മഅന്ന. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള വരി, അതിന്റെ തുടക്കത്തിൽ ഫിത്നതുൻ ഇൻഖലബ, ഫിത്നതുൻ ഇൻഖലബ അവിടെ നമ്മൾ ഒരു കസറായ നൂനിനെ കൊണ്ടുവരിക. ഇതാണ് ഹംസത്തുൽ വസ്ലിന്റെ രൂപങ്ങൾ. ചുരുക്കത്തിൽ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കേണ്ടതും ചേർത്തി ഓതുകയാണെങ്കിൽ ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. അതിന്റെ ശബ്ദവ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ എന്ന് പറയണമെങ്കിൽ ഹംസയ്ക്ക് ശേഷം ലാമ് വരണം. അതുപോലെ ഈ എന്നുള്ള ശബ്ദത്തിൽ പറയേണ്ടത് ഹംസത്തുൽ വസ്ലിനു ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഫതഹോ കസറോ ആയാലാണ്. ഊ എന്ന് പറയേണ്ടത് ഹംസത്തുൽ വസ്ലിനു ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ലമ്മ് ആകുമ്പോഴാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി ഇനി അങ്ങോട്ട് തെറ്റുകളില്ലാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് ഹംസത്തുൽ ഖത്ഇനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹംസത്തുൽ ഖത്ഇ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും ചേർത്തി ഓതുകയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിർബന്ധമായും ഉച്ചരിക്കേണ്ടുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്ഇ. ഖുർആനിൽ പല രൂപങ്ങളിൽ ഹംസത്തുൽ ഖത്ഇനെ നമുക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ അലിഫിന് മുകളിൽ ഹംസ വന്നിട്ട്, അതുപോലെ അലിഫിന് മുകളിൽ, അലിഫിന് താഴെ, വാവിന് മുകളിൽ, യാഇന് മുകളിൽ, അല്ലെങ്കിൽ ഹംസ എന്നുള്ള ഒരു ചിഹ്നം തനിച്ചായി, ഇങ്ങനെയൊക്കെ ഹംസത്തുൽ ഖത്ഇ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഖുർആനിൽ കാണുമ്പോൾ നിർബന്ധമായും ആ ഹംസയെ നാം ഉച്ചരിക്കണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ച് നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇതിന്റെ തുടക്കത്തിൽ ഈ നിർബന്ധമായും നമ്മൾ ഈ എന്ന് പറയണം. അത് ഹംസത്തുൽ ഖത്ഇ ആണ്. അതുപോലെ രണ്ടാമത്തെ ആയത്തിൽ വറഅയ്തൻ നാസ, വറഅയ്തൻ നാസ, റായിന് ശേഷം ഹംസത്തുൽ ഖത്ഇ വന്നു മധ്യത്തിലായി. അപ്പോൾ നമ്മൾ നിർബന്ധമായും അവിടെ ആ ഹംസയെ പറയണം. വറഅയ്തൻ നാസ. നേരത്തെ നമ്മൾ പറഞ്ഞു ഹംസ തനിച്ചായോ അല്ലെങ്കിൽ അലിഫിന് മുകളിലോ അലിഫിന് താഴെയോ വാവിന് മുകളിലോ യായിന് മുകളിലായിട്ടൊക്കെ ഈ ഹംസത്തുൽ ഖത്ഇ വരാം. ഇവിടെ സൂറത്തുൽ ഹുമസയിലെ അവസാനത്തെ ഭാഗം ശ്രദ്ധിക്കുക. അവസാനത്തെ വരി അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അലൽ അഫ്ഇദ, അഫ്ഇദ എന്ന് പറയുമ്പോൾ അവിടെ യായിന് മുകളിൽ ഹംസ വന്നതിന്റെ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇന്നഹാ അലൈഹിം മുഅ്സദ, മുഅ്സദ എന്ന് പറയുമ്പോൾ വാവിന് മുകളിൽ.
അപ്പോൾ അലിഫിന് മുകളിലോ യായിന് മുകളിലോ വാവിന് മുകളിലോ അല്ലെങ്കിൽ തനിച്ചായോ ഒക്കെ ഹംസത്തുൽ ഖത്അ വരും. ചുരുക്കത്തിൽ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും ചേർത്തി ഓതുകയാണെങ്കിലും ഏത് സാഹചര്യത്തിലും നിർബന്ധമായും നമ്മൾ ഉച്ചരിക്കേണ്ടുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്അ. ഹംസത്തുൽ വസലും ഹംസത്തുൽ ഖത്ഉം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ കമന്റായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നല്ല രൂപത്തിൽ തെറ്റുകളില്ലാതെ പാരായണം ചെയ്യാനും അതുവഴിയായി ഖബറിലും നാളെ ആഖിറത്തിലുമൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ ഒരു അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു ഷെയർ കാരണം മറ്റുള്ളവർ ഒരു അറിവ് പഠിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്കുകൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.